നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയത്തിലെ അമിതാധികാര പ്രവണതയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് എം ടി വാസുദേവൻ നായർ. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ അല്ലെന്ന് എം ടിയുടെ ഓർമ്മപ്പെടുത്തൽ. നേതൃപൂജകളിൽ പങ്കെടുക്കാത്ത നേതാവായിരുന്നു EMS എന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി എം ടിയുടെ പ്രതികരണം. അധികാരമെന്നാൽ ജനങ്ങളെ സേവിക്കാനുള്ള അവസരമെന്ന സിദ്ധാന്തത്തെ നാം കുഴികുത്തി മൂടിയെന്നും എം ടി തുറന്നടിച്ചു. പ്രസംഗത്തിന് പിന്നാലെ മുഖ്യമന്ത്രി വേദി വിട്ടു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലായിരുന്നു വേദി. ചടങ്ങിലെ മുഖ്യാതിഥിയായിരുന്നു എം ടി വാസുദേവൻ നായർ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് പിന്നാലെയാണ് എം ടിയുടെ വിമർശനം. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നു നമ്മൾ കുഴിവെട്ടി മൂടി. നേതൃത്വ പൂജകളെ വകവയ്ക്കാതെയിരുന്ന EMS മഹാനായ നേതാവാണെന്നും അധികാരം ഉപയോഗിച്ച് ജനങ്ങളെ ഉത്തരവാദിത്വമുള്ളവരാക്കി മാറ്റിയെന്നും എം ടി. മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ സ്വാതന്ത്ര്യ സങ്കല്പങ്ങൾ നിരന്തരമായ വിശകലനത്തിനും തിരുത്തലിനും വിധേയമാക്കേണ്ടി വരുന്നു. എൻ്റെ പരിമിതമായ കാഴ്ചപ്പാടിൽ നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് EMS എന്ന് ശ്രമിച്ചത്. ആചാരോപചാരമായ നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട്. മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയുള്ള ഗാനം വിവാദമായ സാഹചര്യത്തിലാണ് എം ടിയുടെ വിമർശനം എന്നതും ശ്രദ്ധേയം. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും വാക്കുകൾ പിണറായി ഉന്നം വെക്കുന്നതാണെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. 24 കോഴിക്കോട്. കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി എം ടി വാസുദേവൻ നായർ നടത്തിയ പരാമർശം കേന്ദ്ര സർക്കാരിനെ ഉദ്ദേശിച്ചെന്ന് LDF കൺവീനർ EP ജയരാജൻ. രാജ്യത്തിന്റെ അവസ്ഥയിൽ മനം നൊന്താവും എം ടിയുടെ പ്രതികരണം. കേരളത്തിലെ സാഹചര്യവുമായി പ്രസംഗത്തിന് ബന്ധമില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. ആ പ്രസംഗത്തിലൊന്നും കേരളത്തെ ബാധിക്കുന്നതേയല്ല. അദ്ദേഹം പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ചെയ്തത്. അതിനെ ഈ ഇടതുപക്ഷ വിരുദ്ധ ഒരു അവസ്മാരം കയറിയിട്ടുള്ളവരുണ്ട്. അവർക്കിതിനെ എങ്ങനെയെല്ലാം ഇടതുപക്ഷ ഗവൺമെൻറ്റിനും CPM-നും പിണറായി വിജയനുമെതിരായി തിരിച്ചുവിടാൻ കഴിയും, അതിനുള്ള നല്ല ശ്രമം നടത്തുന്നു. അത്രയേ ഉള്ളൂ. രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളെ തകർത്തുകൊണ്ട് ഒരു ഫാസിസ്റ്റ് ഭീകരതയിലേക്ക് രാജ്യത്തിനകത്ത് ഉയർന്നു വരുന്ന വർഗീയ ധ്രുവീകരണം ഏത് മനുഷ്യസ്നേഹിയെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ഏത് മനുഷ്യസ്നേഹിയുടെയും കവികളുടെയും സാഹിത്യകാരന്മാരുടെയും മനസ്സിൽ ദുഃഖമുണ്ടാക്കുന്നതാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷത സംസ്കാരം തകർക്കപ്പെടുകയാണ്. അത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള മഹൽ വ്യക്തികളിൽ ദുഃഖമുണ്ടാക്കിയിട്ടുണ്ടാകും. അതിൻ്റെയൊക്കെ പ്രതികരണങ്ങൾ അവർ പല രൂപത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ടാകും. ഞാൻ കാണുന്നത് അതാണ്. നമ്മുടെ പലരുടെയും വീടുകളിലൊക്കെ മഹാത്മജിയുടെ പടമില്ലേ, നെഹ്റുവിൻ്റെ പടമില്ലേ, ശ്രീനാരായണ ഗുരുവിൻ്റെ പടമില്ലേ, അയ്യങ്കാളിയുടെ പടമില്ലേ, പിന്നെ R ശങ്കരൻ്റെ പടമില്ലേ, ചട്ടമ്പി സ്വാമികളുടെ പടമില്ലേ, മന്നത്ത് പത്മനാഭൻ്റെ പടമില്ലേ, EMS-ന്റെ പടമില്ലേ, AKGയുടെ പടമില്ലേ? എങ്ങനെയാ വരുന്നത്? ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന മഹൽ വ്യക്തികളിൽ അവരെ കുറിച്ചിട്ടുള്ള ഓരോ മനുഷ്യൻ്റെയും വീരാരാധനയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്തരത്തിലുള്ള വീരാരാധനയല്ല. ഞങ്ങൾ വ്യക്തിത്വത്തിൽ നിഷേധിക്കുന്നവരല്ല. EMS ഒരു പ്രതിഭയാണ്. ഈ പിണറായി വിജയൻ ഒരു പ്രതിഭയാണ്. ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും സംഘടനാ രംഗത്തും ഒരു അസാമാന്യമായ പ്രതിഭയായിട്ടാണ് പലരും കാണുന്നത്, ഞാനും കാണുന്നത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. മലപ്പുറത്ത് മുഖ്യമന്ത്രിക്ക് നേരെ രണ്ടിടത്ത് കരിങ്കൊടി. കൊണ്ടോട്ടി പുളിക്കലിലും മച്ചിങ്ങൽ ബൈപ്പാസിലുമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് കരിങ്കൊടി കാട്ടിയത്. പുസ്തക പ്രകാശന ചടങ്ങിനെത്തിയതായിരുന്നു മുഖ്യമന്ത്രി. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്.
നിവർന്നു നിൽക്കാൻ കഴിയാത്ത പടുകിളവനാണ് പിണറായി എന്നും കേരളത്തിലെ നമ്പർ 1 ക്രിമിനലാണ് മുഖ്യമന്ത്രി എന്നുമായിരുന്നു പരാമർശം. ഡിവൈഎഫ്ഐ ഗുണ്ടകളെ മുഖ്യമന്ത്രി അഴിച്ചുവിടുകയാണെന്നും എറണാകുളം DCC അധ്യക്ഷൻ വിമർശിച്ചു. നിങ്ങൾ ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത് ലൈഫ് മിഷൻ അഴിമതി കേസിൽ കുറ്റക്കാരായിട്ടുള്ള ശിവശങ്കരനെ പോലെ നിങ്ങളുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നിങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത പിണറായി വിജയൻ, നിങ്ങളുടെ മകൾ വീണ വിജയനെയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത്. AI ക്യാമറ ഇടപാടിൽ, K-ഫോൺ ഇടപാടിൽ നിങ്ങളുടെ മകന്റെ അമ്മായി അച്ഛന്റെ കമ്പനി കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിയതിന്റെ പേരിൽ നിങ്ങളുടെ മകനെയും അവരുടെ അമ്മായിയപ്പനെയുമാണ് പിണറായി വിജയൻ നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത്. മറ്റു വാർത്തകളിലേക്ക്. ലീഗുമായി കൂട്ടുചേർന്നത് ഓർത്തെടുത്തു മുഖ്യമന്ത്രി. മുസ്ലിം ലീഗുമായുള്ള പഴയകാല ബന്ധം ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി. ദേശാഭിമാനി സംഘടിപ്പിച്ച പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. ലീഗ് MLA P. ഉബൈദുള്ളയാണ് പുസ്തകം മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങിയത്. മലപ്പുറത്തിന്റെ ചരിത്രവും സാംസ്കാരിക പാരമ്പര്യവും സംബന്ധിച്ച് വിവിധ മേഖലകളിലെ പ്രഗത്ഭർ നടത്തിയ പഠനങ്ങൾ കോർത്തിണക്കിയാണ് ദേശാഭിമാനി മലപ്പുറം മിഥ്യയും യാഥാർത്ഥ്യവും എന്ന പുസ്തകം പുറത്തിറക്കിയത്. സ്വാതന്ത്ര്യ സമരകാലം മുതൽ മലപ്പുറം നേരിട്ട അവഹേളനങ്ങളും അധിക്ഷേപങ്ങളും ചൂണ്ടിക്കാട്ടുന്നതിനിടയിലാണ് CPIM-ഉം ലീഗും തമ്മിലുള്ള പഴയ സഖ്യകക്ഷി ബന്ധം മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചത്. ഒപ്പം കോൺഗ്രസിനെതിരെ ഒളിയമ്പും. 60കളിലെ അന്നത്തെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ലീഗ് സഹകരിച്ച് പ്രവർത്തിക്കുന്ന നിലയുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ റാവൽപിണ്ടി പീക്കിംഗ് അച്ചുതണ്ട് എന്നതിനെ ആക്ഷേപിച്ചതും ആരായിരുന്നു എന്നതും ഓർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ അവരെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറാകുന്നില്ല. ലീഗ് നേതാവ് മലപ്പുറം MLA P. ഉബൈദുള്ളയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് പുസ്തകം സ്വീകരിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരുന്നു അധ്യക്ഷൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനെതിരായി, ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെതിരായി ഏറ്റവും കടുത്ത രീതിയിലുള്ള കടന്നാക്രമണം നടത്തുന്ന മാധ്യമ ശൃംഖല എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ കേരളത്തിലാണ്. പാണക്കാട് മുനവറിൽ തങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ലേഖനങ്ങൾ പുസ്തകത്തിലുണ്ട്. ക്ഷണമുണ്ടായിരുന്നെങ്കിലും KPCC സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത് ചടങ്ങിൽ പങ്കെടുത്തില്ല. 24 മലപ്പുറം. ജാമ്യം അട്ടിമറിക്കാൻ നീക്കമോ? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം നിഷേധിക്കാൻ അട്ടിമറി ശ്രമങ്ങൾ നടന്നുവെന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുൽ ഹാജരാക്കിയത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണെന്ന പ്രസ്താവനയിൽ MV ഗോവിന്ദന് വക്കീൽ നോട്ടീസ് അയക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം. രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ മാസം 17 പരിഗണിക്കും. പോലീസിനും തിരുവനന്തപുരം ജനറൽ ആശുപത്രി RMOയ്ക്കുമെതിരെ അതീവ ഗുരുതര ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. രാഹുലിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വ്യാജ സർട്ടിഫിക്കറ്റാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയതെന്ന് VD സതീശൻ. ജനറൽ ആശുപത്രിയിലാകുമ്പോ ഇവരെല്ലാവരും കൂട്ടുകയാണ്. എന്നിട്ട് രണ്ടാമത് കുറച്ചുകൂടി വെള്ളം കൊടുത്ത് കുറെ കൂടി കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും 150 എന്നിട്ട് നോർമലായി എഴുതി RMO സ്വാധീനിക്കുന്ന എഴുതിയാണ്. എന്ത് തോന്നിവാസമാണ് നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണെന്ന പരാമർശത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ ഇന്ന് വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബിൻ വർക്കി. ഒരാളുടെ ഏറ്റവും വ്യക്തിപരമായ ആരോഗ്യ വിവരങ്ങൾ, ആ ആരോഗ്യ വിവരങ്ങൾ പോലും വ്യാജമാണ് എന്ന് പറയുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധനാണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണം. രാഹുലിന്റെ അറസ്റ്റിന് ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രിയെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു. മുഖ്യമന്ത്രി നേരിട്ട് തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ ഡയറക്ഷനാണ്. അത് വളരെ ക്ലിയർ ആണല്ലോ. കേസ് കൊണ്ട് വാമൂടാനാണെങ്കിൽ അത് നടക്കില്ലെന്ന് പിണറായി വിജയനോടും പോലീസിനോടും പറയാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. നേതൃത്വത്തിന്റെ ഭാഗമായവർക്ക് ആർജവം വേണമെന്നും പാർട്ടി സെക്രട്ടറി. നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർക്ക് ആർജവം വേണം. കേസൊക്കെ ഉണ്ടാവും, അത് സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും, അല്ലാതെയും വരും. പല രീതിയിലും കേസ് വരും. ആ കേസിനെ അഭിമുഖീകരിക്കണ്ടേ?
അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ എനിക്ക് ജയിലിൽ കയറാൻ പറ്റില്ല, എനിക്ക് അസുഖമാണ് എന്ന് ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് ആദ്യം തന്നെ അങ്ങനെ പുറപ്പെട്ടാൽ ആ പുറപ്പെടുന്നത് ശരിയല്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അതാ കാര്യം, ഞങ്ങളാരും പറഞ്ഞതല്ല. രാഹുലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചു. തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ ഷാഫി പറമ്പിൽ MLA ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. അതിനിടെ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വീണ്ടും കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഈ മാസം 17-ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇത് പരിഗണിക്കും. 24 തിരുവനന്തപുരം. അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധം കടുപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് നാളെ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്താനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. സമരജ്വാല എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മാർച്ച് രാത്രി 8 മണിക്കാണ്. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ മാർച്ചിൽ പങ്കെടുക്കും. ജില്ലാതല പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും തുടരും. നാളെ കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കോൺഗ്രസിൽ തീരാത്ത കൺഫ്യൂഷൻ. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത. ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ പ്രദേശ് മന്ത്രി വിക്രമാദിത്യ സിംഗ് പറഞ്ഞു. ഹൈക്കമാൻഡിനൊപ്പമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി. അയോധ്യ തീർത്ഥയാത്രാ പദ്ധതിക്ക് ഛത്തീസ്ഗഡ് സർക്കാർ അംഗീകാരം നൽകി. ചടങ്ങ് ബഹിഷ്കരിക്കുന്ന കോൺഗ്രസിനെ 2024 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് BJP നേതാക്കൾ വിമർശിച്ചു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉയരുകയാണ്. ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്ക് തീരുമാനത്തിൽ അതൃപ്തിയുണ്ട്. ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകനും മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗ് പറഞ്ഞു. രാമക്ഷേത്രത്തിനു വേണ്ടി പ്രവർത്തിച്ച വീരഭദ്ര സിംഗിന്റെ മകൻ എന്ന നിലയിൽ ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് തന്റെ ധർമ്മമാണെന്നാണ് വിക്രമാദിത്യ സിംഗിന്റെ നിലപാട്. धन्यवाद करना है राष्ट्रीय स्वयंसेवक संघ का, विश्व हिंदू परिषद का, कि उन्होंने मुझे और मेरे परिवार को ये सम्मान दिया है. और 22 तारीख को जिस दिन माननीय प्रधानमंत्री जी अयोध्या में होंगे उस दिन का निमंत्रण हमें दिया गया है. ശ്രീരാമനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം അനുവദിക്കാനാകില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. അതേസമയം ത്രേതായുഗത്തിലെ രാവണന്റെ മനോഭാവമാണ് കോൺഗ്രസിനെന്നും കോൺഗ്രസ് ഹിന്ദുത്വ വിരുദ്ധരെന്നും BJP ആരോപിച്ചു. ചടങ്ങിൽ മുതിർന്ന നേതാവ് LK അദ്വാനി പങ്കെടുക്കുമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ അറിയിച്ചു. രാംലാല ദർശൻ സ്കീം എന്ന പേരിൽ അയോധ്യ തീർത്ഥാടനത്തിനുള്ള പദ്ധതി ഛത്തീസ്ഗഡ് സർക്കാർ പ്രഖ്യാപിച്ചു. പ്രതിവർഷം 25,000 തീർത്ഥാടകർക്ക് അയോധ്യ സന്ദർശിക്കാൻ സൗകര്യമൊരുക്കുന്നതാണ് പദ്ധതി. 24 ഡൽഹി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തിൽ പ്രതികരണവുമായി നേതാക്കൾ. തെരഞ്ഞെടുപ്പിന് മുമ്പ് മതത്തെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് വിട്ടുനിൽക്കുന്നതിൽ ആശ്വാസമുണ്ടെന്നായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം. ഇടതുപക്ഷ സ്വാധീനമാണ് കോൺഗ്രസിന്റെ നിലപാട് മാറ്റത്തിന് കാരണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന കോൺഗ്രസ് തീരുമാനം ഹൈന്ദവ വിശ്വാസികളോടുള്ള അവഹേളനമെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ വിമർശിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് മതത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും ആരാധനാലയത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാക്കാനുമാണ് BJP ശ്രമിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു നടപടിയോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഇവിടെ രാമക്ഷേത്ര ഉദ്ഘാടനം കേവലം രാഷ്ട്രീയമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് BJP ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് അടക്കമുള്ളവർ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഒരു ആശ്വാസമുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയാണ് കോൺഗ്രസിൻ്റെ ഈ തീരുമാനം പോലും മാറ്റുന്നതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്ന കാര്യം ഞാൻ ആമുഖമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. അയോധ്യയിൽ നടക്കുന്ന ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള കോൺഗ്രസിൻ്റെ തീരുമാനം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഹൈന്ദവ വിശ്വാസികളോടുള്ള അവഹേളനമാണ്. അതേസമയം NSSന് പിന്നാലെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ പിന്തുണച്ച് SNDPയും പ്രാണപ്രതിഷ്ഠ അഭിമാനമുയർത്തുന്ന ആത്മീയ മുഹൂർത്തമാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ എല്ലാ വിശ്വാസികളും വീടുകളിൽ ദീപം തെളിയിക്കണം. നേരത്തെ RSS പ്രാന്തീയ കാര്യകാരി AR മോഹനിൽ നിന്ന് അയോധ്യയിൽ പൂജിച്ച അക്ഷതം വെള്ളാപ്പള്ളി നടേശൻ ഏറ്റുവാങ്ങിയിരുന്നു.
പുതിയ ഇടയന് സ്വാഗതം. സീറോ മലബാർ സഭയ്ക്ക് പുതിയ ഇടയൻ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റു. സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലായിരുന്നു ചടങ്ങുകൾ. സഭയിലെ മെത്രാന്മാരും വൈദികരും അൽമായരും പങ്കെടുത്ത അനുമോദന സമ്മേളനത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള നിരവധി പേർ ആശംസകൾ അറിയിച്ചു. സഭയിലെ മെത്രാന്മാർക്കും വൈദികർക്കും അൽമായർക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും മാത്രമായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ക്ഷണം. സീറോ മലബാർ സഭ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിപ്പുരയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വഴിതെറ്റിപ്പോയ കുഞ്ഞാടുകളെ തേടുന്ന ഇടയനാകാൻ ശ്രമിക്കുമെന്ന് മാർ റാഫേൽ തട്ടിൽ. സ്ഥാനമൊഴിഞ്ഞ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കും പ്രസംഗത്തിൽ പിന്തുണ. പോലെ ബുദ്ധിപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും പ്രേക്ഷിതപരമായിട്ടും സീറോ മലബാർ സഭയെ നയിക്കാൻ ഇനി ഒരാൾക്കും കഴിയില്ല. പിതാവ് അത്രക്കേറെ ചെയ്തിട്ടുണ്ട്. വളരെ വളരെ പിതാവ് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സഹനങ്ങൾ പിതാവിന് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അത് പിതാവ് തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ശേഷം നടന്ന അനുമോദന സമ്മേളനത്തിൽ വിവിധ സഭകളിൽ നിന്നുള്ള പ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തു നിന്നുള്ളവരും ആശംസകൾ അറിയിച്ചു. കത്തീഡ്രൽ ബസിലിക്കയിൽ സ്ഥാനാരോഹണം നടക്കാതിരുന്നത് സഭയുടെ പിടിപ്പുകേടാണെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത അൽമായ മുന്നേറ്റം ആരോപിച്ചു. നാളെ മുതൽ മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സിനഡിൽ സഭയിലെ മറ്റു വിഷയങ്ങൾ ചർച്ചയാകും. 24 കൊച്ചി. ഒളിവിൽ തണലൊരുക്കിയതാര്? വിദേശത്ത് തിരയുമ്പോഴും കൈവെട്ട് കേസ് പ്രതി സവാദ് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. 8 വർഷം മുൻപ് വിവാഹം കഴിഞ്ഞ സവാദ് പിന്നീട് കേരളം വിട്ടുപോയിട്ടില്ല. ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന് ചേർത്തിരുന്നതാണ് പ്രതിയെ കുടുക്കിയത്. കാസർഗോഡ് SDPI നേതാവിന്റെ മകളെ വിവാഹം ചെയ്ത സവാദ് വിവാഹശേഷം കേരളത്തിൽ തന്നെ തങ്ങിയെന്നാണ് പുറത്തുവരുന്ന വിവരം. കൈവെട്ട് കേസ് പ്രതി സവാദിന് കണ്ണൂരിൽ താമസിക്കാൻ SDPI പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ സഹായം ചെയ്തു. വളപട്ടണം, വിളക്കോട്ടൂർ, ബേരം എന്നിവിടങ്ങളിൽ മാറി മാറി താമസിച്ച പ്രതിക്ക് മരപ്പണിക്കാരനായി തൊഴിൽ ഉറപ്പാക്കിയതും SDPI നേതൃത്വമാണെന്ന് NIA വ്യക്തമാക്കുന്നു. ഇതിനിടെ സവാദ് കൈവെട്ട് കേസ് പ്രതിയാണെന്നറിഞ്ഞത് ഇന്നലെയാണെന്നും ഷാജഹാൻ ആണെന്ന് പറഞ്ഞാണ് വിവാഹം കഴിച്ചതെന്നും സവാദിന്റെ ഭാര്യാപിതാവ് അബ്ദുറഹ്മാൻ. പേര് ഷാജഹാൻ. പിന്നെ ഒരു താമസിച്ചത് ഇവിടെ വളപട്ടണം മണ്ണ. ഇവിടെ ഒരു 5 കൊല്ലം അവിടെ താമസിച്ചു. പിന്നെ ഇങ്ങനെ ഇടയിടെ പറഞ്ഞു അവർ പ്രസവിക്കും അവർക്ക് പറഞ്ഞു. അതേസമയം ഷാജഹാൻ എന്ന പേര് മാറ്റിയെങ്കിലും ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന ചേർത്തിരുന്നതാണ് NIA അന്വേഷണത്തിൽ നിർണായകമായത്. ഇതിനു പുറമെ സവാദിന്റെ ശരീരത്തിലെ മുറിപ്പാടുകളും നിർണായകമായി. പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് ഉടൻ നടക്കും. പിന്നാലെയാകും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. ആത്മഹത്യ ചെയ്ത കുട്ടനാട് തകഴിയിലെ കർഷകൻ KG പ്രസാദിന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യാൻ SC/ST കോർപ്പറേഷൻ നൽകിയ നോട്ടീസ് മന്ത്രി K രാധാകൃഷ്ണൻ മരവിപ്പിച്ചു. പരമാവധി ഇളവ് നൽകി വായ്പ തീർപ്പാക്കാനുള്ള മന്ത്രിയുടെ നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകി. ബാധ്യത സർക്കാർ എഴുതിത്തള്ളണമെന്നാണ് പ്രസാദിന്റെ കുടുംബത്തിന്റെ ആവശ്യം. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പ കുടിശ്ശിക ആയതിന്റെ പേരിലായിരുന്നു ജപ്തി നോട്ടീസ്. ഇത് വിവാദമായതിനെ തുടർന്ന് മന്ത്രി K രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. വായ്പയിൽ പരമാവധി ഇളവുകൾ നൽകും. കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ഉദ്യോഗസ്ഥർ നോട്ടീസ് അയച്ചതിൽ കോർപ്പറേഷൻ MDയോട് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ നവംബർ 11-നാണ് പ്രസാദ് ആത്മഹത്യ ചെയ്തത്. വായ്പ പൂർണ്ണമായി എഴുതിത്തള്ളണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഒറ്റത്തീർപ്പ് പരിപാടിയെ നമുക്ക് വേണ്ട. സാവകാശവും പിന്നെന്താന്ന് പറഞ്ഞാൽ ഇനി ഇത് അടയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല.
പിന്നെ അവരിത് ഒഴിവാക്കി തരുവാണെങ്കിൽ അത് സന്തോഷം. അല്ലാതെ ഈ ഒറ്റത്തീർപ്പെന്ന് പറഞ്ഞാൽ ഒറ്റത്തീർപ്പാണ് ഞങ്ങൾക്ക് ഈ അബദ്ധം മുഴുവനും വന്നത്. ഒറ്റത്തീർപ്പാക്കൽ പദ്ധതിയിൽ വായ്പ തിരിച്ചടച്ചത് മൂലമാണ് മറ്റു ബാങ്കുകൾ പ്രസാദിന് വായ്പ നിഷേധിച്ചതെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഒറ്റത്തവണ തീർപ്പാക്കൽ എന്ന് പറയുന്നത് അതൊരു കെണിയാണ്. നമ്മൾ പൈസ അടയ്ക്കുന്നു, അവരുമായുള്ള ലോണുകളെല്ലാം ക്ലോസ് ചെയ്യുന്നു, അതിനുശേഷം ഒറ്റത്തവണ തീർപ്പാക്കിയതിന് ശേഷം ആ ബാങ്കുകളിൽ നിന്ന് മറ്റ് വായ്പകളോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും ലഭിക്കാത്തൊരവസ്ഥയാണ്. 2022 പ്രസാദിന്റെ ഭാര്യ ഓമന കോർപ്പറേഷനിൽ നിന്ന് 60,000 രൂപ വായ്പ എടുത്തത്. ഇനി 45,000 രൂപയാണ് അടയ്ക്കേണ്ടത്. കുടുംബത്തിനാകെ 4 ലക്ഷം രൂപയുടെ കടമുണ്ട്. കൃഷിയിലൂടെയാണ് ബാധ്യതകൾ ഉണ്ടായതെന്നാണ് കുടുംബം പറയുന്നത്. പ്രസാദ് മരിച്ച് ഇന്ന് 2 മാസം പൂർത്തിയായിട്ടും സർക്കാരിൽ നിന്ന് ഇതുവരെ ഒരു സഹായവും ലഭിച്ചിട്ടില്ല. 24 ആലപ്പുഴ. എം വിജിൻ MLAയോട് മോശമായി പെരുമാറിയെന്ന് കണ്ടെത്തിയ കണ്ണൂർ ടൗൺ SI PP ഷമീൽ അവധിയിൽ. SIക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന SP-യുടെ അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെയാണ് അവധിയെടുത്തത്. വകുപ്പുതല നടപടിയിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ തീരുമാനമെടുക്കും. എം വിജിൻ MLAയോട് പ്രോട്ടോകോൾ പാലിക്കാതെ മോശമായി പെരുമാറിയെന്ന് കണ്ടെത്തിയ കണ്ണൂർ ടൗൺ SIക്കെതിരെ നടപടി ഉറപ്പായി. സ്ഥലം മാറ്റത്തിനാണ് സാധ്യത. കടുത്ത നടപടിക്ക് നിലവിൽ ശുപാർശയില്ല. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വകുപ്പുതല നടപടിയിൽ തീരുമാനമെടുക്കും. SI PP ഷമീലിന് വീഴ്ച പറ്റിയെന്നാണ് കണ്ണൂർ ACP TK രത്നകുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട്. MLA ആണെന്ന് മനസ്സിലായിട്ടും മോശമായി പെരുമാറിയെന്നാണ് കണ്ടെത്തൽ. SI പ്രകോപനപരമായി ഇടപെട്ടതാണ് രംഗം വഷളാക്കിയതെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. MLA ആണെന്ന് മനസ്സിലാക്കാതെയാണ് പ്രതികരിച്ചതെന്ന SIയുടെ വാദം അന്വേഷണ റിപ്പോർട്ട് തള്ളുന്നു. അതേസമയം നടപടി നീക്കത്തിനിടെ SI PP ഷമീൽ 10 ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നഴ്സിംഗ് അസോസിയേഷന്റെ കളക്ടറേറ്റ് മാർച്ചിനിടെ SIയും MLAയും തമ്മിൽ തർക്കമുണ്ടായത്. 24 കണ്ണൂർ. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.